നമസ്കാരം. ഭാരതത്തിന്റെ മണ്ണിൽ വീണ്ടും ഭീകരതയുടെ കറുത്ത നിഴൽ വീഴാൻ ഇനി അനുവദിക്കില്ല. നിരപരാധികളായ ജനങ്ങളുടെ രക്തത്തിൽ നിറഞ്ഞ പാതകൾ കണ്ടും നിലവിളിച്ചും കേട്ടും ഇന്ത്യയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഭീകരതയെ തന്റെ രാഷ്ട്രീയ ആയുധമാക്കി. ഭാരതത്തിന്റെ സമാധാനത്തെയും വികസനത്തെയും തകർക്കാനുള്ള കപട ശ്രമങ്ങൾ തുടരുമ്പോൾ ഇനിയും നോക്കി നിൽക്കാൻ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നട്ടെല്ലു പണയം വെച്ച നേതാക്കന്മാരല്ല. അവർ മനസ്സിലാക്കണം, ഭാരതം ഇന്ന് 1947 ഭാരതമല്ല എന്ന്. അതിന്റെ രക്തധാരയിൽ ഇന്ന് ഒഴുകുന്ന അഗ്നിയുണ്ട്. അതിനെ ആർക്കും ചെറുക്കാനാവില്ല എന്ന്. സിംഹത്തിനെ പോലെ ഉണർന്നിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്നത്തെ ഇന്ത്യ. അതിർത്തിയിൽ രക്തം ചൊരിയുന്ന സൈനികരുടെ ധൈര്യം രാജ്യത്തിന്റെ 140 കോടി ജനങ്ങളുടെ അഭിമാനവും ആത്മവിശ്വാസവുമാണ്. പാകിസ്ഥാൻ വളർത്തുന്ന ഓരോ ഭീകര സംഘടനയും അവരുടെ താല്പര്യത്തിനു വേണ്ടിയുള്ള നാശത്തിന്റെ വിത്തുകളാണ്. എന്നാൽ ആ വിത്തുകൾ ഇന്ത്യയുടെ മണ്ണിൽ വേരൂന്നില്ല എന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. കാർഗിൽ മുതൽ ഉറിയ വരെ, പുൽവാമ മുതൽ പത്താൻകോട്ട് വരെ ഭാരതം വീണുപോയ രക്തത്തിന്റെ ഓരോ തുള്ളിക്കും മറുപടി നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയെ ചൊറിയാനുള്ള പാകിസ്ഥാന്റെ കൊതി മാറുന്നില്ല. പ്രകോപനപരമായ പരാമർശങ്ങൾ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷ ആണവ ഭീഷണിയുമായാണ് പാക് സൈനിക മേധാവി അസീം മുനീർ രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ പ്രകോപനം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും പാകിസ്ഥാന്റെ പ്രതികരണമെന്നാണ് അസീം മുനീറിന്റെ ഭീഷണി. ഭൂമിശാസ്ത്രപരമായ വിശാലത നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മിഥ്യാധാരണയെ പാക് സൈന്യം തകർത്തെറിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയൊരു സംഘർഷത്തിന് തുടക്കമിട്ടാൽ പാകിസ്ഥാന്റെ പ്രതികരണം അത് തുടങ്ങിവെച്ചവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കുമെന്നും ഏറ്റുമുട്ടലും ആശയവിനിമയ മേഖലയും തമ്മിലുള്ള വേർതിരിവ് കുറയുന്നതോടെ പാക് യുദ്ധോപകരണങ്ങളുടെ പ്രഹരശേഷിയും സംഹാരശേഷിയും കടുത്തതായിരിക്കുമെന്നുമാണ് ഭീഷണി. ഭൂമിശാസ്ത്രപരമായ വിശാലതയുടെ പേരിൽ ഇന്ത്യക്കുള്ള സുരക്ഷിത ബോധത്തെ അവ തകർത്തെറിയുമെന്നും അസീം മുനീർ പറയുന്നു. കാബൂളിലെ പാക് മിലിറ്ററി അക്കാദമിയിൽ സൈനിക പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പ്രകോപനപരമായ ഈ പ്രസംഗം. ആണവവൽകൃതമായ ലോകത്ത് യുദ്ധത്തിന് ഇടമില്ല. എങ്കിലും ചെറിയൊരു പ്രകോപനം പോലും നിർണായകവും അതിശക്തവുമായ പ്രതികരണത്തിനിടയാക്കുമെന്നും അസീം മുനീർ പറഞ്ഞു. അരാജകത്വത്തിനും അസ്ഥിരതയ്ക്കും കാരണക്കാരായവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരിക്കും പ്രതികാര നടപടികളിൽ കൂടി ഉണ്ടാകുന്ന ആഘാതമെന്നും സൈനികവും സാമ്പത്തികവുമായ കനത്ത നഷ്ടമുണ്ടാകുമെന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യക്കായിരിക്കുമെന്നും അസീം മുനീർ കൂട്ടിച്ചേർത്തു. ആണവ ഭീഷണി അതൊരു ഭീഷണിയാണെങ്കിൽ പോലും ചെറുതല്ല. ലോകത്തിനു മുന്നിൽ ശാന്തിയും സഹിഷ്ണുതയും എന്ന വാക്കുകൾ പറഞ്ഞ് നടിക്കുന്ന പാകിസ്ഥാൻ പിന്നാമ്പുറത്തിൽ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നു തകർക്കുന്ന ഭീകരരെ വളർത്തിയെടുക്കും. അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയും കരുണയും ചോദിക്കാൻ അതുകൊണ്ട് തന്നെ യാതൊരു അവകാശവുമില്ല. കാരണം അവരുടെ കൈകളിൽ നിരപരാധികളായ ഒരു വലിയ മനുഷ്യരാശിയുടെ രക്തമുണ്ട്. ഭാരതം ഇനി മൗനം പാലിക്കില്ല. ഒരു സൈനികന്റെ രക്തത്തിന്റെ വില ഒരു ഡിപ്ലോമാറ്റിക് പ്രസ്താവനയല്ല, അതൊരു രാഷ്ട്രത്തിന്റെ മുഴുവൻ കണക്കാണ്. ഭീകരതയുടെ മാരകമുഖം എവിടെയായാലും ഇന്ത്യ അതിനെ അടിച്ചമർത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ത്യയുടെ ക്ഷമയെ ദുർബലതയായി കാണുന്നത് അവരുടെ വലിയ തെറ്റാണ്. നമ്മുടെ മണ്ണിൽ ഭീകരതയുടെ ഒരു വിത്തും മുളപ്പിക്കാൻ ഇനി അനുവദിക്കില്ല എന്നും നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ ഭാവിക്ക്, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി നാം ഒരുമിച്ച് നിൽക്കുമെന്നും ഓരോ ഭാരതീയനും ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളും കപട രാഷ്ട്രീയവും ലോകം കാണുകയാണ്. യഥാർത്ഥ ശക്തി എവിടെയാണെന്ന് ലോകം അറിയുന്നുണ്ട്. അത് ഭാരതത്തിന്റെ ത്രിവർണ പതാകയിലാണ്. അത് മോദിയുടെ കൈകളിലാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച